വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുന്നു. കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ഏകപക്ഷീയമായ നടപടി. പ്രവർത്തകർ സമരഗേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ ലാത്തി വീശുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ജലപീരങ്കി പ്രയോഗത്തെ പ്രതിരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടക്കുന്നത്. 3-ാം ദിവസമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് 3-ാം ഘട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് വലിയ പ്രതിഷേധം പ്രവർത്തകർ ഉയർത്തുന്നു. സമരഗേറ്റ് മുകളിൽ കയറി നിന്ന് പ്രതിഷേധം ഉയർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ സമരം. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നു. ആ സമരത്തെയൊക്കെ പോലീസ് ലാത്തി വീശി മുഷ്ടിയിലൂടെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രവർത്തകന് ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ മാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജലപീരങ്കി പ്രയോഗത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രവർത്തകനെ പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകരടക്കം മറ്റു പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്നു. ഇപ്പോൾ നിലവിൽ 3-ാം ഘട്ടത്തിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തിയതിലൂടെ ഒരു പ്രവർത്തകന് പരിക്കേറ്റുന്ന ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആളിക്കത്തുകയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി യുവമോർച്ച കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മറ്റൊരു യുവജന സംഘടനയും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രതിഷേധമോ അവർക്കൊരു ഐക്യദാർഢ്യമോ നൽകാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ്. കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനം യുവമോർച്ച പ്രവർത്തകർ നടത്തുകയാണ്. അല്പസമയം മുൻപ് അവിടെ ഈ റാങ്ക് ഹോൾഡേഴ്സ് പുല്ല് തിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഒരു പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ മറ്റു പ്രവർത്തകർ ശ്രമിക്കുന്നു. പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിലാണ് ആ പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നത്. ധാരാളം മറ്റു പ്രവർത്തകർക്കും സാരമായ പരിക്കുകളേറ്റതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിനീഷും പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുന്നുണ്ട്. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ? എന്താണ് അവിടെ നടക്കുന്നത് സെക്രട്ടേറിയറ്റിന്? പോലീസിന്റെ വാഹനം നെയ്യാറ്റിൻകരയിലെത്തിയ ഒരു പ്രവർത്തകരാണ് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടായിരിക്കുന്നത്, പരിക്കേറ്റിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ആ നടത്തിവരുന്ന പ്രതിഷേധത്തിനെതിരെയാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗം നടത്തിയത്. പരിക്കേൽക്കും ദേഹാസ്വാസ്ഥ്യം സംഭവിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിളിച്ചുകൊണ്ട് പരിക്കേറ്റ നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പ്രതിഷേധം യുവമോർച്ച ശക്തമാക്കിയിട്ടുണ്ട്. പോലീസും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ വാക്കേറ്റവും ഉണ്ടും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഈ പ്രതിഷേധക്കാരെ കായികമായി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബലപ്രയോഗം നേരിട്ടുകൊണ്ട് പ്രതിഷേധത്തെ അഴിച്ചമർത്താൻ പ്രതിഷേധ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. ഇതിനെ തടയുന്ന നീക്കമാണ് പോലീസ് നടത്തിക്കൊടുക്കുന്നത്. ശക്തമായി തന്നെ പ്രതിഷേധം ഈ യുവമോർച്ച പ്രവർത്തകരും നടത്തിക്കൊടുക്കുകയാണ്. യുവമോർച്ച പ്രവർത്തന പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒരു സമരത്തിലേക്ക് നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഘടികാരത്തിലാണ് 10 ദിവസം നിരാഹാരം നിൽക്കുന്നു. ജീവൻ പോലും ആവാസം സംഭവിച്ചിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു ടീച്ചർ അവർ നിരാഹാരം കിടക്കുന്നു. അവർക്ക് അവരുടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച വീണ്ടും കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന നീക്കങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന കായികമായി നേരിടാനുള്ള
നീക്കങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് യുവമോർച്ച പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ശക്തമായി തന്നെ ബാരിക്കേഡിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ ജലപീരങ്കി അവിടെ നിന്ന് പിരിഞ്ഞു മാറാൻ തരത്തിൽ യുവമോർച്ച കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമാണിപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. പ്രവർത്തകന് നേരത്തെ നെയ്യാറ്റിൻകര പ്രവർത്തകനാണ് പരിക്കേറ്റത്. പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് എത്തുന്ന നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. രണ്ടാമത് വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പോലീസിന്റെ ഭാഗത്ത് കവാടത്തിന് മുന്നിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ സമരം നടത്തി പ്രതിഷേധിക്കുന്നത്. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാത്തൊരു സാഹചര്യം, ജോലി നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഇവിടെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയ സർക്കാർ നൽകിയ പാർട്ടി അവർ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറയുന്ന സാഹചര്യം, പറഞ്ഞ വാക്കുകൾ ആരെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യം. ഇതിനെതിരെയാണ് യുവമോർച്ച ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. PSC റാങ്ക് ഹോൾഡേഴ്സ് 30 ദിവസമായി സമരമുഖത്താണ്. സെക്രട്ടേറിയറ്റ് മുന്നിലാണ്. കാറ്റും മഴയും വെയിലുമേറ്റ് പ്രതികൂലമായ കാലാവസ്ഥകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ സമരമുഖത്ത് പ്രതിഷേധിക്കുന്നു. ആ സമരമുഖത്ത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലെ പ്രതിഷേധിക്കുന്ന ഈ റാങ്ക് ഹോൾഡേഴ്സിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഇപ്പോൾ മറ്റൊരു പ്രവർത്തകനും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ മറ്റൊരു പ്രവർത്തകൻ, 2 പേർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് പ്രയോഗത്തിൽ ജലപീരങ്കി പ്രയോഗത്തിൽ ദേഹാസ്വാസ്ഥ്യം പരിക്കുമുണ്ടായിരിക്കുന്നത്. ആ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ മാറ്റുകയാണ് പ്രവർത്തകർ. ഇവിടെ നിന്നും മറ്റു പ്രവർത്തകർ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇത്തരത്തിൽ കായികമായി നേരിട്ടുകൊണ്ട് മറ്റൊരു പ്രവർത്തകന് കയ്യിൽ പരിക്കേറ്റിട്ടുണ്ട്, കൈ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയൊക്കെ നേരിടാനൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നടക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഗൗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടന്നു വരുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആളിക്കത്തുകയാണ്. ഇപ്പോൾ ബിനീഷ് കൂടി അവിടെ നിന്നും ചേർന്നു. ബിനീഷ്, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? നിരവധി പ്രവർത്തകർക്ക് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? സംഘർഷത്തിന് അയവ് വരുന്നുണ്ടോ? നിലവിൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിരവധി പ്രവർത്തകർക്ക് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പോലീസിന്റെ കൺട്രോൾ റൂമിന്റെ തന്നെ വാഹനത്തിൽ പ്രവർത്തകരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറുഭാഗത്ത് പ്രവർത്തകർക്കൊപ്പം തന്നെ തമ്പടിച്ച് വലിയ തോതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ നടത്തുന്ന സമര ഗേറ്റിന് മുന്നിലാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ച് ഏകദേശം 20 മിനിറ്റിലധികമായിട്ടും പ്രവർത്തകർ പിന്നോക്കം പോയിട്ടില്ല. കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലപാട് വ്യക്തമാക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രവർത്തകരും ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പ്രവർത്തകരെ മാറ്റുമ്പോഴും ഒരു ഭാഗത്ത് ശക്തമായ
മറ്റു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വീണ്ടും ബാരിക്കേഡിന് മുന്നിലെത്തി, ഈ സമരഗേറ്റിന്റെ മുന്നിലെ ബാരിക്കേഡിന് മുന്നിലെത്തി ശക്തമായ പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ സർക്കാർ പല ഘട്ടങ്ങളിലും ഈ ഉദ്യോഗാർത്ഥികൾക്കും ഒപ്പം തന്നെ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് യുവമോർച്ച സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിലുള്ള വലിയൊരു കാട്ടിക്കൊണ്ട് ഇപ്പോൾ സമരമുഖത്ത് സജീവമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചതാണ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ, എല്ലാ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ, പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയപ്പോൾ സംസ്ഥാനത്ത് ഒന്നാകെ ആ യുവമോർച്ചയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു പല ഘട്ടങ്ങളിലും ഈ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇവിടെയും സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് അരങ്ങേറുമ്പോൾ അതിനെ ലാത്തി കൊണ്ട് അടിച്ചമർത്താനുള്ള ശ്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ. എന്തായിരുന്നാലും പ്രവർത്തകർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകുന്നതുവരെ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും പ്രതിഷേധം ശക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുന്ന കാഴ്ച, പല തവണ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുന്ന കാഴ്ചയും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റുണ്ട്. ഈ പ്രവർത്തകരെയൊക്കെ തന്നെ വിവിധ ആശുപത്രികളിലേക്കും മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് പരിക്കേറ്റ ഒരു പ്രവർത്തകനെ പോലീസിൻ്റെ തന്നെ കൺട്രോൾ റൂമിൻ്റെ ആംബുലൻസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസിൻ്റെ തന്നെ കൺട്രോൾ റൂം വാഹനത്തിലേക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴും വീണ്ടും പോലീസ് ഏകപക്ഷീയ നടപടിയിലൂടെ വീണ്ടും ജലപീരങ്കി പ്രയോഗം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പല തവണ ആവർത്തിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ്. അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. തങ്ങൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യുവമോർച്ചയുടെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം യുവമോർച്ച നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ആ ജലപീരങ്കി പ്രയോഗം പോലും പക്ഷേ മറ്റൊരു തരത്തിലും പ്രവർത്തകർ പ്രകോപിതരാകാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും ജലപീരങ്കി പ്രയോഗം നടത്തിക്കൊണ്ട് പ്രവർത്തകരെ പ്രകോപിതരാക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരാരും കഴിഞ്ഞ അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും പ്രവർത്തകരുടെ സമരം ആരംഭിച്ചതിന് ശേഷം ആ അരമണിക്കൂറിനിടയിലും പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ നടത്തുന്നത്, സമരഗേറ്റിന് മുന്നിൽ നടത്തുന്നത്. ചില പ്രവർത്തകർക്ക് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ആ പ്രവർത്തകരെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രവർത്തകനും ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്ത് ഇപ്പോൾ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസ് അപ്പോഴും ഏകപക്ഷീയമായ നടപടി തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഹിത്, ഹോട്ടൽ ട്രോളി നിങ്ങളുടെ വീടും ഒരു 5-സ്റ്റാർ ഹോട്ടൽ പോലെയാണല്ലോ. താങ്ക് യു രോഹിത്. പിന്നെ ബാത്റൂമോ? അതും 5-സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെ. പക്ഷേ തറയിലും സിങ്കിലും ഉപ്പുവെള്ളത്തിന്റെ കറയും ഡ്രെയിനേജ് മൂടിയിൽ തുരുമ്പുണ്ടല്ലോ. ഇത് ഡിറ്റർജന്റ് വെച്ചാണ് വൃത്തി